ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. മൈക്കിൾ ജാക്സന്റെ പുത്തൻ ആൽബം അത്താച്ചേക്കാൾ ഉഗ്രൻ. എന്റെ അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും 2 ആൽബവും കീറി പറഞ്ഞിരിക്കുക. പുതിയതൊരെണ്ണം വാങ്ങണം. ബൈ ദ വേ, റെക്സി അപ്പച്ചിയെ അപ്പാച്ചെ എന്നാണ് വിളിക്കുന്നതല്ലേ? ഓരോരോ ഫാഷൻ. ഈ വണ്ടി എങ്ങനെയുണ്ട്? ഇത് ഡാഡിയുടെ വണ്ടിയാ. ഇന്നലെ കൊണ്ടുവന്നത് മമ്മിയുടെ വണ്ടി. എന്റെ വണ്ടി അങ്കിൾ കൊണ്ടുപോയി. നല്ല വണ്ടി, എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്റെ ഡാഡിയുടെ വണ്ടി ഫോറിനാ. 8 ലക്ഷം രൂപയാ. അതിലിരുന്ന് ഉറക്കം വരും. ഉറക്കം വരാൻ 8 ലക്ഷം എന്തിനാ? 1.5 രൂപ കൊടുത്താൽ നല്ല 1-ാം തരം ഉറക്ക ഗുളി കിട്ടുമല്ലോ. സത്യം പറഞ്ഞ താൻ അടുത്തിരിക്കുമ്പോ ഐ ഫർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി തിയറി. കാരണം താൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ. താങ്ക് യു ജോസൂട്ടി. ഒരു 15 ലിറ്റർ അടിച്ചേക്കാം. 2 ലിറ്റർ അടിച്ചാ മതി. 2 ലിറ്റർ. അയ്യയ്യേ, മാറി 2 ലിറ്ററാ? പതുക്കെ. അതെ, ഇതിന്റെ പെട്രോൾ ടാങ്കിന് ചെറിയ ലീക്ക് ഉണ്ട്. എത്ര അടിച്ചിട്ടും ഒരു കാര്യമില്ല. അല്ലാതെ അവര് കേൾക്കുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. എന്ത് ചെയ്യുന്നു പറയൂ. 15 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് 500 രൂപ നോട്ട് കൊടുത്തപ്പോ ചേഞ്ച് ഇല്ലെന്ന്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കാശ് എടുത്തുകൊണ്ട് വരാന്ന് വെച്ചാൽ ഞാൻ തരാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇതാ പറഞ്ഞത് സർക്കാരിന്റെ അടുത്ത് 500 രൂപ നോട്ട് നിരോധിക്കണമെന്ന്. താങ്ക് യു. 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടെന്നല്ലോ സാർ. ഇത് വെച്ചോ, ബാക്കി 10 രൂപ നീ എടുത്തു. അത് വേ, ഇത് വേ. രണ്ട് പാലത്തിന്റെ കോൺട്രാക്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് 25,000 രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. പൊതുമരാമത്ത് മന്ത്രി അവന്റെ അളിയനാണെന്നല്ലേ പറഞ്ഞത്? കണ്ട സിവിൽ സപ്ലൈസ് മന്ത്രി അവന്റെ അമ്മാവനാണെന്ന് എന്നോട് പറഞ്ഞത്. അവനെ അതും പറയാം, എന്റെ അപ്പുറവും പറയും. പൈസയല്ലേ നിങ്ങൾക്ക് പോയുള്ളൂ. ഇവന്റെ 1 വർഷമാ പോയത്. ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് 20,000 രൂപ വാങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നും പറഞ്ഞു ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയത്. റിസൾട്ട് വന്നപ്പോ വട്ടപൂജ്യം. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. എന്റെ മോന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് മതി എന്ന് പറഞ്ഞ് 10,000 ഞാൻ കൊടുത്തുള്ളൂ. അവന്റെ പേര് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ ഫ്രാഡാണെന്ന്. പുഷ്പുൾ രാഘവൻ. എന്താ ഈ പുഷ്പുൾ? പുഷും പുള്ളല്ലേ അവന്റെ പണി. മന്ത്രി അമ്മാവനെ കളക്ടർ കൊച്ചച്ഛനാന്നൊക്കെ പറഞ്ഞു പുഷു തുടങ്ങും. തള്ള് തള്ളേ, എന്നിട്ട് ആ വലി. ഒറ്റ വലിക്ക് 25,000 അല്ലേ പോക്കറ്റില്. ഇവരാ പറഞ്ഞോ സെക്കൻഡ് ക്ലാസ് വാങ്ങി കൊടുത്തിട്ടുണ്ടെന്ന്. അയ്യോ, ഞാൻ ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ജോണിച്ചനോട് പറ, വൈകുന്നേരം കൂടി ഈ കാർ ഒന്ന് വേണമെന്ന്. നിക്കണോ പോണോ ആരും എന്നെ കൈകാര്യം ചെയ്യരുത്. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം. ഞാൻ രാഘവാണ് പറയുന്നത്. ആകെ 2 ലക്ഷത്തിന്റെ സാധനങ്ങളുണ്ട്. നമ്മളൊരു ഗ്രൂപ്പായി നിന്നാൽ 1 ലക്ഷം രൂപ കോട്ട് ചെയ്യാം. ലക്ഷം ഒന്ന് കയ്യിലിരിക്കും. അതിന് എഞ്ചിനീയറിന് കൊടുക്കണ്ടേ? അത് ശരിയാ. ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ ഡ്രൈവർ എന്റെ വീട്ടിൽ നിന്ന് മാറൂല. എഞ്ചിനീയർക്ക് കൊടുക്കലൊക്കെ പിന്നത്തെ കാര്യ. മൂവാറ്റുപുഴ കുഞ്ഞാമൽക്ക വരണുണ്ടെന്നാ കേട്ടത്. അയാൾ വന്നാൽ ചുരുങ്ങിയത് 1 ലക്ഷം രൂപയ്ക്കെങ്കിലും എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് കിട്ടുമോ? നമ്മൾ അയാളോട് നമ്മളെ യൂണിയനിൽ ചേരാൻ പറയണം. അത് ശരിയാ. അതൊന്നും വേണ്ടെന്നേ. അയാൾ വന്ന ഒരു 5,000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തേക്കണം. പിന്നെ തലവേദന ഇല്ലല്ലോ. പക്ഷെ അതിൽ ഒതുങ്ങുന്ന സംശയം. അതിന് ആളെ കണ്ടറിയില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ടെൻഡർ ഫോം എവിടെ കിട്ടും? ആരാ എവിടുന്നാ? ആരാ എവിടെന്നാന്നൊക്കെ അറിഞ്ഞാലേ ഫോം കിട്ടുള്ളൂ. അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മൂവാറ്റുപുഴയെന്ന്. പേരെന്താ? കുഞ്ഞാമ്മത്.
മൂവാറ്റുപുഴ കുഞ്ഞാമതുക്കാന്ന് പറയും. വരട്ടെ. കുഞ്ഞാമതുക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്ക് വേറൊരു ടെൻഡർ ഉണ്ട് കഴക്കൂട്ടത്ത്, കുറച്ചുകൂടെ വലിയ എമൗണ്ടിന്റെ. അതുകൊണ്ട് മാത്രമേ ഇപ്പൊ സമ്മതിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ കാശൊന്നും ഒതുക്കി ഇരിക്കട്ടെ, ഇതൊരു സ്ഥിരം ശീലമാക്കണ്ട. വരട്ടെ. ഓക്കെ. ഈശ്വര, വണ്ടി കയറോ. ഞാൻ ഡീസൽ അടിച്ചിട്ട് വരാം. ആ, ഒരു 10 അടിച്ചേക്ക്. ഇതാരാ? അയ്യോ അറിഞ്ഞൂടെ, അതല്ലേ മൂവാറ്റുപുഴ കുഞ്ഞാതിക്ക. അപ്പൊ അതാരാ? ഞാൻ സരസൻ, ടെൻഡർ സരസൻ. ആർക്കുമുത്തം. ആഹാ 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 ആഹാ. 5 വെച്ച 10, 10 വെച്ച 20, 20 വെച്ച 40. ആർക്കും കുത്താം, എപ്പോഴും കുത്താം, ഏത് കുത്താം, എങ്ങനെ വേണേലും കുത്താം. നാളെയുടെ കമ്പനിക്ക് സുഹൃത്തുക്കളെ അങ്ങനത്തെ ഇതേപോലെ കുത്തണം കണ്ടോ. സുഹൃത്തുക്കളെ ആർക്കൂട്ടം എപ്പോഴും കൂട്ടാം, എങ്ങനെ വേണേലും കുത്താം സുഹൃത്തുക്കളെ. ഈ കളി കറക്റ്റായിട്ട് അങ്ങനെ അങ്ങനെ ഈ റിബനകത്തൂട്ട് നിങ്ങൾക്ക് ഈ താരക്കാരന് രണ്ടാമത്തെ കളി തുടങ്ങുന്നു. നിങ്ങൾക്ക് ഇനിയും നേടാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. 100 വെച്ചാൽ 200, 200 വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് ഇത്തവണ പോയവർക്ക് അടുത്തവണ കിട്ടും. അടുത്താണ് ആരംഭിക്കാൻ സുഹൃത്തുക്കളെ. അച്ചുവാട്ടി കിട്ടിയ ബാക്കിയുള്ള വീണ്ടും അദ്ദേഹം കുത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇയാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. TTC കമ്പനിക്കാർ അണിയിച്ചു കൊടുക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ. നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീട് മുട്ടിൽ തൈത്തങ്ങനെ ഒരിക്കൽ എള്ളുണ്ട് വെക്കാൻ. അത് എപ്രകാരം മുറുമ്പരിക്കുന്ന അപ്രകാരം പെണ്ണ് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഗ്യാരണ്ടി വെറും 5 മാസം മാത്രമാണ് സുഹൃത്തുക്കളെ. യെസ്, ഓൺലി 5 years. വെറും 5 രൂപ 50 പൈസ മാത്രം. ആട്ടേ പോട്ട് ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാം കുട്ടപ്പനെ കുട്ടി കോട്ട പഠിക്കുന്നപ്പോ തട്ടാം കുട്ടപ്പൻ നാട്ടിൽ പട്ടാപകല് പട്ടത്ത് പോയി പട്ടയും മുട്ടും തട്ടുമാറി കുട്ടപ്പനെ മുട്ടിനിട്ട് തട്ടിപ്പോ മുട്ട് പൊട്ടിപ്പോ പെട്ടെന്ന് ചോര വന്നു. ഞാൻ ലേഹ്യം കൊടുത്തു, ചോരാതി ലേഹ്യം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കിത് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കാം. ഈ മരുന്നിന്റെ വില വെറും 5 രൂപ 50 പൈസ മാത്രമാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പൈസ തരേണ്ട യാതൊരു ആവശ്യമില്ല. സുഹൃത്തെ നോക്കൂ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. തട്ടി പിടിച്ചാട്ട് എന്തിനാ പേടിക്കുന്നത് സുഹൃത്തുക്കളെ? നമ്മൾ എന്തെല്ലാം പൈസകൾ മുടക്കുന്നു. ഈ മരുന്നിന് വേണ്ടി 5 രൂപ 50 പൈസ മുടക്കും സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വാങ്ങിച്ചതിന് ശേഷം തിരിച്ചു പോകരുത് സുഹൃത്തുക്കളെ. എന്റെ 5 രൂപ 50 പൈസ തരൂ. വരൂ ചേട്ടാ, വരൂ. നോക്കൂ. കഷ്ടകാലത്ത് രക്ഷ നേടാൻ ഇഷ്ടദൈവങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു മൃഷ്ടാനുമായി കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടിച്ചുള്ള അഷ്ടിക്ക് വേണ്ടി അഷ്ടമിച്ചുള്ള ഇഷ്ടിക്കാലത്ത് നമ്മുടെ ഇഷ്ടാനുഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഏട്ടന്മാരെ. ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്കുണ്ടാകുന്ന നെഞ്ചിരിപ്പും ചുമയും ഇദ്ദേഹം വെറും 3 ദിവസം കൊണ്ട് മാറ്റിയതാണ്. ഇദ്ദേഹത്തിന്റെ വർത്തമാനം മാത്രമല്ല, ചികിത്സയും സൂപ്പർ ഫാസ്റ്റ് ആണ്. എനിക്കൊരു കുപ്പി തരാം. ബഹളം വെക്കരുത്. നിങ്ങളെന്താ വൈദ്യുതി ആൾക്കാരല്ലേ? ഷഷ്ടിസ്കൂൾ വിട്ട പോലെ എല്ലാവരും തരാം. ചേഞ്ച് ചേട്ടാ, പ്ലീസ് പറ്റിച്ചു പോലെ എല്ലാവരും കൂടി ഇങ്ങനെ കാണിച്ച് ഞാൻ എന്ത് ചെയ്യും? പ്ലീസ് തരാം, എല്ലാവർക്കും തരാം. ഞാൻ പറഞ്ഞില്ല അളിയ, നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും. അതൊക്കെ പോട്ടെ, അമ്പനിയുടെ നാട്ട് ആസ്പ്രോ കിട്ടിയില്ല. അതുകൊണ്ട് കുമ്മായത്തില് മറ്റവൻ പട്ടയ തട്ടി വിട്ടത്. TTC കമ്പനിക്കാർ അണിച്ചു കൊടുക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ. നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീട് മുട്ടത്തിലെ തൈത്തങ്ങനെ കൊരിക്കൽ എള്ളുണ്ടോ വെക്കുവിൻ. ഇതല്ലേ തട്ട്, പിന്നെ എങ്ങനെ ജനം വാങ്ങാതിരിക്കും? കുലുക്കല്ലവായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി വണ്ടി ഓടിക്കണ്ടാട്ടോ. വണ്ടി എവിടെയെങ്കിലും ചെന്ന് കേറും. കൂട്ടിച്ച് പോട്ടെ, കൂട്ടിച്ച് പോയാ മതി. ഈ നാട് മുഴുവൻ പ്രശ്നങ്ങൾ. കൊല, കൊള്ളിവെപ്പ്, അനീതി, അക്രമം, ഹവാല, അഴിമതി,
അതെ, അഴിഞ്ഞാ മതിയായിരുന്നു. എന്തോ? അല്ല, ഈ അഴിമതിക്കാരെ കൊണ്ട് തോറ്റു എന്ന് പറയുന്നത്. അതെ അതെ അതെ. ആ മതി മതി, നിർത്തിക്കോ, ഇനി പോയ വേസ്റ്റാ. യാത്ര വളരെ സുഖകരായിരുന്നു. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ല. നെറ്റിനെ കുറച്ച് ഓയിലിട്ട് കൊടുക്കട്ടാ. പമ്പരങ്ങൾ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, നിക്കടാ. ആ സഞ്ജയ് നോക്കട്ടെ. സഞ്ചിയൊക്കെ നോക്കി മേടിച്ചാണ് പോയി. അവിടെ നിക്കാം. നിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ നിന്റെ വേലക്കാരനാ. പോടാ. എന്റെ മീറ്റർ സഞ്ജയ്. ഇയാളെന്റെ മീറ്റർ അടിച്ചു മാറ്റി. പാവപ്പെട്ട ഓട്ടോക്കാരുടെ മീറ്റർ നീ അടിച്ചു മാറ്റുമല്ലടാ. കൊടുക്കാം സഞ്ചിന്ന് വിടാർക്ക. കൊടുക്കാം മീറ്റർ കൊണ്ടായി തിന്ന്. നാണമില്ലടാ, തനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? അതൊക്കെ പോട്ടെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. ഒരിക്കലും നമ്മൾ അന്യരുടെ മുതൽ ആഗ്രഹിക്കാനേ പാടില്ല. മോഷ്ടിക്കാൻ എളുപ്പം, മോഷ്ടിക്കാതിരിക്കാനാ ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? നമ്മളൊരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാൾ നമ്മളെ തിരക്കി നമ്മളെ പുറകെ വരാൻ പാടില്ല. മനസ്സിലായില്ലേ? രാവിലെ തുടങ്ങിയ? ഏയ് ഇപ്പൊ തുടങ്ങിയുള്ളൂ. താറാമഞ്ചേട്ടത്തി, ഒരു ബോംബ് നോക്കട്ടെ. ഒന്ന് ബഹളം വെക്കാൻ നിക്കട യക്കന്മാരെ. എന്തോ ചെയ്യ നിങ്ങളെ കൊണ്ട്. അപ്പൊ കൊട്ടോടി മാത്രമല്ല, താറാമച്ചേടത്തി ബോംബ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ? അതേടാ, നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ. എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? ചേട്ടത്തി ഒരു 100 എടുത്തേ. ആ, മക്കളെ ഒരു ഗ്ലാസ് വെള്ളം. അല്ലോ എന്തൊരു ചൂട്. വേഗം താഴെ. ആ കൊണ്ടുവരുന്നു. എന്നോ തീവെള്ളം 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 തൊണ്ടരിച്ചില്ലേ? ചില്ലി ചില്ലേ തൊണ്ടരില്ലേ? അല്ലോ തുമ്പോ എന്താ? അല്ലോ തൊണ്ടരിച്ചില്ല. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചേ? വെള്ളം എനിക്ക് സാധനം മുസ്ലിയാർക്കും കൊടുത്താ? അല്ലാണ് സത്യം പറ. ഇത് എന്ത് വെള്ളാണ്? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. അല്ലെങ്കിൽ സ്വഭാവം മാറും. 2 മിനിറ്റ് കഴിയട്ടെ. അത് ശരി. അപ്പൊ കള്ളു കച്ചവടാണല്ലേ? സർക്കാർ ചാരാമ്മയുടെ ഉപ്പാപ്പനെ കൊണ്ട് നമ്മൾ എന്താണ് നീ പറഞ്ഞേ? നിക്കവിടെ. എടാ നിക്കാൻ. സർക്കാർ താരമേ ശരിക്കും നിനക്ക് അറിയില്ല. അടിച്ചു നിന്റെ ഷേപ്പ് ഞാൻ മാറ്റി. നോക്കിക്കോ നീ. ആ അയ്യോ ചാമ്പി പോലീസ്. ഒഴിവാക്കു അടി. നീ വേഗം പോയി കുളിക്കടി. എന്താ മാസാറേ, വല്ലോരും വല്ലതും വെച്ച് മറന്നോ? നോക്ക്, നല്ലോണം നോക്ക്. അയ്യോ അങ്ങനെ നോക്കല്ലേ സാറേ. സാറാമ്മ പേടിച്ചു പോയില്ലേ? സാറേ എടുക്കട്ടെ. ചായ ചായ ചായ. എന്റെ ചായ ഇത്ര കുടിച്ചാ മതി. നീലഗിരി ചായ പൊടിയാ. അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരെ ഉള്ളിലിരുന്ന് മൂത്ത് കാണിക്കുന്നു. തലയിൽ വെള്ളം താഴണ്ട. തപ്പിട്ടൊന്നും
ഒന്നും കിട്ടിയില്ല അല്ലേ? സാരമില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നറിയാം. ഓക്കെ, മാറി നിൽക്കണ എല്ലാരും. ഇതൊക്കെ പതിവല്ലേ, നിങ്ങളിരുന്ന് കഴിക്കേ. ഇതാരാണ് സാധനം എന്നറിയോ? ആരാണ്? തീപ്പൊരി പമ്പരങ്ങൾ